ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ധർമ്മസ്ഥലയെക്കുറിച്ചാണ്. കർണാടക ജില്ലയിലെ ബെൽത്തലങ്ങാടി താലൂക്കിലെ ധർമ്മസ്ഥല എന്ന സ്ഥലത്ത് ആണ് മഞ്ജുനാഥ ക്ഷേത്രം, ഹിന്ദു വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മഞ്ജുനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏകദേശം 4000 ഏക്കറിൽ വിസ്തൃതമായി കിടക്കുന്ന ഒരു ക്ഷേത്ര ഏരിയയാണ്. അപ്പോൾ ഇത് ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നെങ്കിലും ജൈനമതത്തിലെ ഹെഗ്ഡെ കുടുംബമാണ് ഇതിൻ്റെ ട്രസ്റ്റും മറ്റ് ഭാരവാഹികളൊക്കെ വരുന്നത്. അപ്പം നമ്മളിതൊരു സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആത്മീയതയുടെ കേന്ദ്രമായാണ് കണ്ടുകൊണ്ടിരുന്നത്. ഏകദേശം 5000 പേരെ ഒരു ദിവസം അന്നദാനം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അതോടൊപ്പം ബന്ധപ്പെട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും ട്രസ്റ്റും മറ്റുമൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന ഒരു ഹൊറർ സ്റ്റോറിയൊക്കെ വെല്ലുന്ന കഥകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിന് ബേസിക്കായിട്ട് ഒരു സംഭവം നടക്കുന്നത് വളരെ വർഷങ്ങളായി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളൊക്കെ ആ ഏരിയയിൽ, അതായത് ഈ ധർമ്മസ്ഥലയുമായിട്ട് ആ ഏരിയയിലൊക്കെ അവിടുത്തെ ജനങ്ങൾക്കൊക്കെ അറിയുന്നതാണ് എന്നാണ് പറയുന്നത്. ആരും ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. വളരെ കുറച്ച് പേരൊക്കെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. സ്ത്രീകളും കുട്ടികളും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഏരിയയിൽ ബ്രൂട്ടലി റേപ്പ് ചെയ്യപ്പെട്ട് കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നേത്രാവതി പുഴയിലേക്ക് എറിയപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനടിസ്ഥാനമായ വാർത്ത വരുന്നത് 1995 മുതൽ 2014 വരെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശുചീകരണ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരൊന്നും പുറത്തു വന്നിട്ടില്ല. ഭീമ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം 2014 ഇവിടുന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോവുകയും ഇതേ തുടർന്ന് ഈ 2025 ഭാരതീയ ന്യായ സംഹിതയിൽ ഊന്നിക്കൊണ്ട് അദ്ദേഹം കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും ചെയ്യണം. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: 1995 മുതൽ 2014 വരെ അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ധാരാളം സ്ത്രീകളെയും കുട്ടികളെയും, അതും റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളെ വരെ ഏകദേശം 100ഓളം പേരെ ക്ഷേത്ര ഉദ്യോഗസ്ഥരുടെ നിർബന്ധ പ്രകാരം, ക്ഷേത്ര സൂപ്പർവൈസേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്, അവരുടെ നിർബന്ധ പ്രകാരം അദ്ദേഹത്തിന് കുഴിച്ചു മൂടേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് സീരിയസ് ആയ ഒരു അലിഗേഷൻ ആയിരുന്നു. അപ്പോൾ രാജ്യം ഞെട്ടിയ ഒരു അലിഗേഷൻ ആയിരുന്നു. പക്ഷേ ഇത് മെയിൻ സ്ട്രീം കർണാടകയിലെ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകളൊക്കെ ഈ വാർത്ത ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ഏറ്റവും ബേസിക് ആദ്യം ഈ സംഭവം ഉണ്ടാവുന്നത് ഒരു 2012 തോന്നുന്നു. ഒരു സൗഭാഗ്യ കേസ് വരുന്നുണ്ട്. സൗഭാഗ്യ എന്ന പെൺകുട്ടി വീട്ടിൽ നിന്ന് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട SDM കോളേജ് സമിതി അവിടെ പഠിക്കാൻ പോവുകയും വൈകുന്നേരം തിരിച്ച് വരുന്നിടത്ത് ആ കുട്ടി മിസ്സിങ് ആവുകയും ചെയ്തു. അപ്പോൾ ഈ കുട്ടി അന്വേഷിക്കുന്നു, കണ്ടെത്താൻ പറ്റുന്നില്ല. തുടർന്ന് റേപ്പ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയിൽ ഒരു മരിച്ച കുട്ടിയുടെ ബോഡി കൊണ്ടുവരുന്നു. പക്ഷേ അത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളിനെ, പിന്നെ വരുന്ന പ്രശ്നങ്ങളുടെയൊക്കെ തുടർന്ന് ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളിനെ പോലീസ് പിടിക്കുകയും പിന്നെ അദ്ദേഹം അല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വെറുതെ വിടുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ഈ വർഷത്തിലെ ജൂലൈയോടെ സമീർ MVD എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, കർണാടക യൂട്യൂബറാണ്, അദ്ദേഹത്തിൻ്റെ ദൂത എന്ന ചാനലിൽ ഇതിനെക്കുറിച്ച് ഈ സൗഭാഗ്യ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പീറ്റ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ വീഡിയോ വരുന്ന സമയത്ത് മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശ്വാസത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ പരാതിപ്പെടുകയും അങ്ങനെ ആ വീഡിയോ റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് രണ്ടാമതും അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോസിന് വലിയ വ്യൂസ് ഉണ്ടാകുന്നു, ചർച്ചകൾ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ അത് സജീവമായിരിക്കുന്ന സമയത്താണ് ഈ ശുചീകരണ തൊഴിലാളി വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹം ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു പ്രശ്നത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് ഒരു സിനിമയിൽ പോലും നമുക്ക് വന്നു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്ര രീതിയിലാണ് അതിൻ്റെ ഒരു റിയലിസം എന്ന് പറയുന്നത്. അദ്ദേഹം കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു തലയോട്ടിയുമായിട്ടാണ് കോടതിയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോടൊപ്പം ജഡ്ജിനെ കാണാൻ പോയിട്ട് ആ ഒരു അദ്ദേഹം ഒരു തലയോട്ടിയുമായിട്ടാണ് പോകുന്നത്. തലയോട്ടിയും ശരീര അവശിഷ്ടങ്ങളുമായിട്ടാണ് പോകുന്നത്. അത് അവിടുത്തെ ജഡ്ജിന് കൊടുക്കുകയാണ്.
ഇത് ഞാൻ അവിടെ ബറി ചെയ്തിട്ടുള്ളതിൽ ഉള്ളതാണ്. അപ്പോൾ ഏകദേശം 400ഓളം സ്ത്രീകളെന്നൊക്കെയാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് അവിടെ പ്രശ്നം ഉണ്ടാവുകയും അല്ലെങ്കിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ മരിക്കുകയും ചെയ്യുമ്പോൾ പോലും അവിടുത്തെ ഒരു എന്താ പറയുക, അവിടുത്തെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളൊന്നും വലുതായിട്ട് പ്രതികരിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മളെ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ റീസണിലാണ് ധർമ്മസ്ഥല ഏകദേശം 4000 ഏക്കറോളം കിടക്കുന്ന വലിയൊരു വിസ്തൃതമായ ഭൂമിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു കേസൊക്കെ ഫയൽ ചെയ്യണമെങ്കിൽ ബെൽത്തങ്ങാടിയിലേക്ക് പോകണമായിരുന്നു. അപ്പോൾ ഈ റീസണിൽ മാത്രമാണ് ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ 2003 സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു CBI ഉദ്യോഗസ്ഥയുടെ മകൾ അനന്യ ഭട്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ അവർ മെഡിസിന് പഠിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രം അവരുടെ ഫ്രണ്ട്സുമായിട്ട് ക്ഷേത്രത്തിലേക്ക് വരികയും പിന്നീട് മിസ്സിംഗ് ആവുകയും ചെയ്തു. അപ്പോൾ ഈ സുജാത ഭട്ട് എന്ന് പറയുന്ന ഇവരുടെ അമ്മ പരാതിയുമായിട്ട് ക്ഷേത്രത്തിലേക്ക് വരികയും ക്ഷേത്രം ഇവിടെ നിന്നാണ് കാണാതായി എന്നൊക്കെ പറയുമ്പോൾ ഈ ക്ഷേത്ര ഭരണാധികാരികളൊക്കെ വളരെ മോശമായി അവരോട് പെരുമാറി അവർക്ക് കോമയിൽ ഇരിക്കേണ്ടി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരും ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അവരുടെ മകളുടെ ഡെഡ് ബോഡിയെങ്കിലും ശരീര അവശിഷ്ടങ്ങളെങ്കിലും വിട്ടുകിട്ടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഈ കേസിന് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര പേര് മിസ്സായി അല്ലെങ്കിൽ മിസ്സായ ഒരു വീട്ടുകാരൊക്കെ പരാതി കൊടുക്കാൻ തയ്യാറാണോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഇതോടൊപ്പം തന്നെ എന്തായാലും കുറച്ച് ഇത് ഒരു ഇപ്പോൾ വിക്ടിം പറയുന്നത് അല്ലെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് SPG അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചാൽ മാത്രമേ ഈ കേസുമായിട്ട് സഹകരിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ, ഇവിടുത്തെ പോലീസൊക്കെ നിഷ്ക്രിയരായിരിക്കുമല്ലോ. കാരണം ഇത്രയും മിസ്സിംഗ് കേസുകൾ വരുമ്പോൾ അവിടുത്തെ ലോക്കൽ അതോറിറ്റീസ് അല്ലെങ്കിൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ അതോറിറ്റീസ് ആവട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരാവട്ടെ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളാവട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളാവട്ടെ ഒട്ടും പ്രതികരിക്കാതിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ഇപ്പോൾ അനന്യ ഭട്ടിന്റെ അമ്മയുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ മകൾ ആരോടെങ്കിലും ഒളിച്ചോടിയതായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ കേസ് പോലും ഒരു മിസ്സിംഗ് കേസ് പോലും ഫയൽ ചെയ്യാൻ വേണ്ടി തയ്യാറാവാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ അവിടെ എന്തായിരിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പൊ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കേന്ദ്രമാണല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ കുറെ പേരൊക്കെ പറയുന്നത് വിശ്വാസം ഈ ഒരു ക്ഷേത്രത്തിനെ തകർക്കാനുള്ള ആരോപണമാണെന്നൊക്കെ പറയണം, എങ്കിൽ അതും തെളിയിക്കപ്പെടേണ്ടതാണല്ലോ. കാരണം ഈ ഒരു വാർത്തയുമായിട്ട് ഇപ്പോ കർണാടക സർക്കാരിന്റെ ഒരു മൗനം തന്നെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ഇപ്പൊ നമ്മൾ കേരളത്തിൽ വന്നിട്ട് നോക്കുമ്പോൾ കേരളത്തിലാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ വരുന്നതെങ്കിൽ നമ്മൾ പോലീസ് സ്വമേധ്യ പോലും കേസെടുത്തിട്ട് അവിടെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയില്ലേ. പക്ഷെ ഇവിടെ വലിയൊരു നിശബ്ദതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിശബ്ദത, ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് റിമൂവ് ചെയ്യുന്നു. ഇപ്പൊ തന്നെ നമ്മൾ ഗൂഗിളിലൊക്കെ ഈ ഒരു അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അലിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഡീറ്റെയിൽസ് ഒന്നും കിട്ടാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഇത് വർഷങ്ങളായിട്ട് ഏകദേശം 2003 അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് തന്നെ വളരെ 1995 മുതലുള്ള കാര്യങ്ങളാണ്. അപ്പൊ 2003 അനന്യ ഭട്ടിന്റെ കാര്യം വന്നു. അപ്പൊ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തന്നെയാണെന്നാണ് അവിടുത്തെ നമ്മൾ പല ലോക്കൽ ബോഡീസ് നമ്മൾ പല ഈ ചാനൽസിലെയും വാർത്തകളൊക്കെ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആണെന്നാണ് സമീപവാസികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ചാല് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ആൾക്കാർ പ്രാർത്ഥിക്കാനും മറ്റുമൊക്കെ വരാറുണ്ട്, വാർദ്ധക്യത്തിലുള്ള ആൾക്കാർ വരാറുണ്ട്. അപ്പൊ അവരൊക്കെ അവിടെ ആത്മശാന്തിക്ക്, അതായത് കാശിയിലൊക്കെ പോകുന്ന ആ ഒരു റേഞ്ചിലാണ് അദ്ദേഹം പറയുന്നത്. ആത്മശാന്തിക്ക് വേണ്ടി അവിടെ വന്നിട്ട് മരിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ശവശരീരങ്ങളാണ് കുഴിച്ചുമൂടിയതെന്നാണ് പറയുന്നത്. പക്ഷെ ഈ ശുചീകരണ തൊഴിലാളി വ്യക്തമായി പറയുന്നുണ്ട്, ആസിഡ് കൊണ്ട് പൊള്ളിച്ച മുഖങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നുണ്ട്. അതോടെ റേപ്പ് ചെയ്തിട്ട് മരിച്ചുപോയ സ്ത്രീകൾ, അങ്ങനെ ഒരുപാട് പേര് അത് അവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. ഈ സൗഭാഗ്യ കേസ് നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഈ നമ്മൾ കൊന്നത് ആരെന്നറിയാമെങ്കിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നുള്ളത് വലിയൊരു, അതായത് ഇത് വർഷങ്ങളുടെ പഴക്കം, ഇത്രയും ഒരു 20, 30, 40 വർഷങ്ങളുടെ പഴക്കമുള്ള ബോഡികളൊക്കെ ആയിരിക്കും പക്ഷെ ഒരുപക്ഷെ നമ്മൾ അവിടെ കുഴിച്ചാൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ ആ ബോഡികളൊക്കെ ക്ലിയർ ആയിട്ട് എന്താ പറയാ, ഇത് ഒരു DNA ആയിട്ട് മാച്ച് ചെയ്യുന്നുള്ള, കാരണം പല മിസ്സിംഗ് കേസുകളും ഇപ്പൊ ആ ലോക്കൽ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പൊ തീർത്ഥാടനത്തിൽ വരുന്ന സ്ത്രീകളൊക്കെയാണ് അതിലുള്ളതെന്നാണ് വിക്ടിം എന്റെ അലിഗേഷൻ ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ നൂലാമാലകൾ ബാക്കിയാവും. കാരണം ആരാണ് കൊല്ലപ്പെട്ടതെന്ന് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അവർക്ക് അതിന് ഈ തെളിവുകൾ കൂടുതൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് കൊടുക്കാൻ പറ്റൂ എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം. അത് എന്ത് തന്നെ ആയാലും
ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഇതുവരെയുള്ളവർക്ക് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഒരുപക്ഷെ ഒരുപാട് പേരുണ്ടാവാം. ഇത് ഒരു വിശ്വാസി സമൂഹത്തിനെ മുഴുവൻ അവരുടെ വിശ്വാസത്തിന് മുഴുവൻ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയം മാറ്റിവെച്ച്, അല്ലെങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയം അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഇതിനകത്തുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് നോക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെയുള്ളത് എന്തായാലും ഈ ഒരു സ്ത്രീയും അവിടെ ഇങ്ങനെ നേത്രാവതി പുഴയിൽ ഒഴുകി നടക്കാതിരിക്കട്ടെ. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും നീതി കിട്ടട്ടെ, സത്യം പുറത്തു വരട്ടെ. യാഥാർത്ഥ്യത്തിന്റെ മുഖം ഒരിക്കലും മൂടി വെക്കാൻ പറ്റില്ല. അവിടുത്തെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് പുറത്തു വരട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.